നമസ്കാരം. നോമ്പുകാലത്തെ സമീപിക്കേണ്ടത് വ്യത്യസ്ത നിലകളിലെന്നാണ് സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ വാക്കുകൾ. When the fast makes its appearance like a kind of spiritual summer, let us as soldiers burnish our weapons, and as harvesters sharpen our sickles, and as sailors order our thoughts against the waves of extravagant desires, and as travelers set out on the journey towards heaven, and as wrestlers strip for the contest. For the believer is at once a harvester and a sailor and a soldier, a wrestler and a traveler. സ്വയം മൂർച്ച വരുത്തേണ്ട ഒരുക്കത്തിൻ്റെ നാളുകളാണിവ അത്രയും എന്നാണ് ഇവരെയെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്. വെറുതെ പട്ടിണിയാവലല്ല ഉപവാസം. നോക്കുക, പരീശൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിച്ച വ്യക്തിയാണ്. എന്നിട്ടും ദേവാലയത്തിൽ നിന്നും കൃപയില്ലാതെ അയാൾക്ക് മടങ്ങേണ്ടി വരുന്നു. ചുങ്കക്കാരനാവട്ടെ വലിയ നോമ്പുകാരനൊന്നുമല്ല, എന്നാലും അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഫാസ്റ്റിംഗ് ഈസ് എ മെഡിസിൻ എന്നാണ് ക്രിസോസ്റ്റം പറയുന്നത്. ബട്ട് ലൈക്ക് ഓൾ മെഡിസിൻസ്, though it be very profitable to the person who knows how to use it, ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഫലമില്ല എന്ന് മാത്രമല്ല, ഹാനികരവുമായി തീരാം. ഇസബേലിന്റെ വാശിയിലുള്ള ഉപവാസ പ്രഖ്യാപനം ഓർക്കണം. കൺസേണിംഗ് ദ സ്റ്റാറ്റ്യൂസ് ഹോമിലി 3-ൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാണ് ഉപവാസത്തെക്കുറിച്ച്. So I desire to fix 3 precepts in your mind, so that you may accomplish them during the fast. To speak ill of no one, to hold no one for an enemy, and to expel from your mouth altogether the evil habit of swearing. ആഹാരത്തോടൊപ്പം വായ ദുർവചനങ്ങളെ വെടിയാനും ദുഷ്ടവിചാരങ്ങൾ നീങ്ങാനും നോമ്പുകാലം നമുക്ക് സംഗതി വരുത്തട്ടെ. നമസ്കാരം.